എന്തായടാ ചേട്ടാ എല്ലാം കഴിഞ്ഞു. ശരി, കൂട്ടം കൂടി നിൽക്കണ്ട, തീർച്ചയായിടുന്നു. എണീക്കടാ പോവാം. ഓ എഴുന്നേറ്റ താഴെ വീഴും മാഷെ. സ്ഥലം എവിടെ? ശരി സേവ്യരെ, വാ. എവിടെയാ സ്ഥലം? ഗാന്ധിപുരം. വേഗം വേഗം ഒന്ന് പെട്ടെന്ന് പോ. നന്നായിട്ട് ഇരുന്നിട്ട് ശരീരം കുടിപ്പിക്കാൻ നോക്ക്. നിന്റെ കടമ ചെയ്യേ, ഫലം പ്രതീക്ഷിക്കാൻ പാടില്ല. ഒരോട്ടം പോലും പോണില്ല. എപ്പാ നോക്കിയാൽ ഇങ്ങനെ തിന്നോണ്ടിരിക്കണം. എനിക്കോ ഒരു ഇഡ്ഡലി പോലും തിന്നാൻ പറ്റണില്ല. അല്ല എന്താ പറ്റിയത്? ആരെയോ വെട്ടിന്ന് പറഞ്ഞത്. ഇവന്മാരൊന്നും നന്നാവാൻ പോണില്ലെന്നേ. ആ വൈറ്റ് ടീഷർട്ടിനെ വിളിച്ചു. ശരി സാർ. എന്നെ പതുക്കെ എണീപ്പിച്ച് കൊണ്ടുപോകും. ശരി. അതെ സാർ വിളിക്കുന്നു. സാറേ നന്നായിട്ട് പേടിച്ചിരിക്കുക സാറേ. അങ്ങനെയാണോ? എനിക്ക് വയ്യ. എന്താ പ്രശ്നം? സാർ അദ്ദേഹത്തിന് തല കറങ്ങുന്നുണ്ട്. പോയി വിളിച്ചിട്ടോ. ശരി സാർ. ഏയ് താഴത്തെ ഇങ്ങോട്ട് വരില്ലേ? അയ്യോ സാറേ എനിക്ക് വയ്യാത്തതുണ്ടോ സാറേ? സാർ എണീക്കൂ സാർ. ഇല്ല സാർ ഭയങ്കര ദേഷ്യത്തിലാണ്. അയ്യോ സാറേ എനിക്ക് ഒന്നും അറിയില്ല. ആടോ. സാറേ എനിക്ക് തല ഇറങ്ങുന്നു സാറേ. എന്റെ പേരെന്താ? കാറ്റാടി സാർ. പേര് വെച്ച് അത് മാത്രം പറഞ്ഞാൽ മതി. കാറ്റാടിന്നാ സാറേ. താൻ കണ്ടായിരുന്നോ? ഇല്ല സാറേ. എപ്പോഴാ വന്നത്? നിങ്ങൾ വന്നതിന് ശേഷമാണ് സാറേ ഞാൻ വന്നത്. വന്ന ഉടനെ അവിടെ പോയി ഇരുന്നു. തല നന്നായിട്ട് കറങ്ങുന്നുണ്ടായിരുന്നു സാർ. കറങ്ങും. എന്താടോ അത്? എന്താന്ന് ചോദിച്ചേ? അത് മൂട്ടയെ ഞെരിച്ചു വന്നു സാർ. നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ഈ നാടിന്റെ ശാപം. ആദ്യം നിങ്ങളെയൊക്കെയാണ് ഇല്ലാതാക്കേണ്ടത്. അറിയില്ല, വന്നിട്ടില്ല, കണ്ടിട്ടില്ല, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഫാമിലി മാനാണ് സാർ. ഞങ്ങളൊക്കെ അനാഥരാണ്. ഞങ്ങൾക്ക് ഫാമിലി ഉണ്ടോ? താനും കണ്ടിട്ടില്ലല്ലോ? കണ്ടില്ലേ സാർ? പോയി കിടന്ന് ഉറങ്ങാൻ പറ്റും. നമസ്കാരം സാർ. അണ്ണാ ആംബുലൻസ് ഇറങ്ങി. ശരി അണ്ണാ. അണ്ണാ ജീവനുണ്ടണ്ണ. ഹോസ്പിറ്റലിലോട്ട് പൊക്കിക്കൊണ്ട് പോവുക. അവൻ ജീവിച്ച നമ്മുടെ കാര്യം പോക്ക. ഒരുത്തിനെ വെറുതെ വിടില്ല. ആംബുലൻസിനെ തടയടാ. വണ്ടി നിർത്താൻ. സേവ്യരെ, എന്താ പുറത്തെന്തോ പ്രശ്നം ഉണ്ടെന്നാണ് തോന്നുന്നത്. നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. ശരി ശരി. ആ പേഷ്യന്റ് വരേക്ക് നോക്കാം. ഞാൻ നോക്കിക്കോളാം, ഞാൻ നോക്കിക്കോളാം. പേടിക്കണ്ട. വണ്ടി നിർത്തുന്ന പറയാൻ പോയിക്കൊണ്ടിരിക്കുക. മോനെ വണ്ടി എടുക്കടാ.
ഇവിടെ തന്നെ വെച്ച് തീർത്തേക്കാം. മോനെ, നീ പഠിക്കുന്ന പയ്യനാ, നീ ഇതിലിടപെടണ്ട. ആ പറ. പറഞ്ഞിട്ട് ചെയ്തുകൂടായിരുന്നു. ഇതുവരെ എല്ലാം പറഞ്ഞിട്ടാണോ ചെയ്തേ? മന്ത്രി നാരായണ, എനിക്ക് പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഉത്തമ, അവനെല്ലാം അറിയാടോ, അതിനെല്ലാം അവന്റെ വായടയ്ക്കാൻ ശ്രമിച്ചേ. പ്രശ്നം ആകെ വഷളായിരിക്കുക. മോളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. കുറച്ച് നാളത്തേക്ക് സൈലന്റ് ആയിരിക്കേ, അല്ലെങ്കിൽ താൻ ചിലപ്പോൾ കുടുങ്ങും. ആ വാ. സർ, പബ്ലിക് പ്ലേസിൽ നാട് റോഡിൽ വെച്ച് ഇതൊന്നും ശരിയല്ല സർ, തെറ്റാണ്. റഹ്മാൻ, വളരെ നന്ദി സാറേ. ശ്രദ്ധിക്കണട്ടോ, നിനക്ക് കൂടുതൽ പരിക്കൊന്നും പറ്റിയില്ലല്ലോ. അകത്തേക്കുള്ള അടിയാണ്. ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഒരു ജീവൻ രക്ഷിക്കാൻ നോക്കുമ്പോൾ ഒരു ശത്രു മുളച്ചു വരുന്ന ഉറപ്പാ. എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാലും 4 പേര് മരിക്കും. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാലോ? ചേട്ടാ, ആംബുലൻസ് ഡ്രൈവറാണ് നമ്മളോട്ട് കറക്കിയത്. എത്ര പറഞ്ഞോട്ടും നിർത്തിയതേ ഇല്ല. ഒന്ന് പോടാ, നിന്നെ കൊണ്ടൊന്നും കഴിയില്ല. നിന്നെയൊക്കെ വെച്ച് അവനാണ്. അടുത്ത പ്രശ്നം തുടങ്ങിയെന്നാ തോന്നണേ. സേവരെ, ഇങ്ങോട്ട് വന്നേ. ആരടോ താൻ? വിട്ടുകൊണ്ട ആളായോ, ഫോൺ ചെയ്ത് പറഞ്ഞ ആളായോ, ചെന്ന് രക്ഷിച്ച ആളുമായോ, യാതൊരു ബന്ധവുമില്ല എനിക്ക്. ഒരു ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല, അത്രയും മാത്രമേ കരുതിയുള്ളൂ. അയാൾ എത്രക്കാരനാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ വണ്ടിയിൽ കയറിക്കഴിഞ്ഞ അയാളുടെ ജീവന് ഞാൻ മാത്രമാണ് ഉത്തരവാദി. ദയവായിട്ട് കിട്ടിയത് എനിക്ക് ജോലി. അത് ആത്മാർത്ഥതയോടുകൂടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചെയ്യുകയും ചെയ്യും. എൻ്റെ അമ്മ ഇതുവരെ ഒരു ജീവൻ പോലും നഷ്ടപ്പെടാൻ സമ്മതിച്ചിട്ടില്ല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ കൊണ്ടെത്തിക്കും. നാളെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഞാൻ ചെയ്യുക. എന്നോട് ദേഷ്യം തോന്നരുത്. വണ്ടി എടുക്കടാ. ശരി ചേട്ടാ. പിന്നെ ഇവന്റെ പുറത്തൊരു കണ്ണു വേണം. ആ ശരി. ഹലോ, ആ സ്ഥലം എവിടെയാ? ആ സേവിയറേ, വാ വാ. ഇനി മേലാല് ഇഡ്ലിയിൽ കൈ വച്ചാലും എന്നെ ചെരുപ്പൂരി അടിക്കും. കാക്കകൾ ഇതും കൊണ്ട് പോട്ടെ. ഇതെന്തത്? ഒരു ചെരുപ്പ് മാത്രം മോഷ്ടിക്കുന്ന സ്വഭാവം റാസ്കൾ. വീണ്ടും കളവ് പോയോ? ഈ വീട്ടിൽ നിന്നെ ഒഴിച്ച് എല്ലാതും കാണാൻ പോകുന്നു. അയ്യോ അച്ഛാ, എന്റെ ബൈക്കിന്റെ കണ്ണാടി കാണുന്നില്ല. എന്താ മോളെ, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മോഷണം നടക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ചയും കുക്കറിന്റെ വിസിൽ കാണാതായി പോയി അല്ലേ? അതെ അച്ഛാ, എന്തെങ്കിലും ആക്ഷൻ എടുക്കച്ചാ. നിയമത്തിലൂടെ തന്നെ പോവാം. ശാന്തി ചേച്ചി, അമ്മാവൻ എന്തോ ആക്ഷൻ എടുക്കാൻ പോകുന്നു. വാ. ഒറ്റയ്ക്ക് പോയാൽ കംപ്ലൈന്റ് എടുക്കുന്നു തോന്നുന്നില്ല. അവരുടെ വീട്ടിൽ എന്തൊക്കെ കാണാതെ പോയെന്ന് ചോദിക്കേ. ആദ്യം നമ്മുടെ വീട്ടിൽ കാണാതെ പോയത് എഴുതച്ചാ. ബൈക്ക് മിറർ 2, കുക്കർ വിസിൽ 1. മഗി, എന്താ വീട്ടിലെ അടിപ്പമ്പ് കണ്ടില്ല? പമ്പ് പോയോ? ഇല്ല ചേട്ടാ, പിടി മാത്രം. ചേട്ടാ, എന്റെ ഓട്ടോ വെച്ചിരുന്ന ഹോണ് കാണുന്നില്ല. ആയിക്കോട്ടെ. അതെ, ഞാൻ വെറ്റില ഇടിക്കുന്ന ഒരല് കാണുന്നില്ല, അതൊന്ന് കണ്ടുപിടിച്ചതാ. അതും എടുത്തോണ്ട് പോയോ? അതെ മോനെ, ഇതും എഴുതിക്കോ. വെറ്റില്ല കുത്തുന്ന ഒലക്ക. എന്റെ ഇടത്തെ കാലിലെ ചെരുപ്പ് കാണാനില്ല. അതുപോലെ പട്ടി മോഷിച്ചാ ഒന്ന് പോടാ. അത് ഏത് നായാണെന്ന് എനിക്ക് അറിഞ്ഞു തന്നെ ആവണം. ശരി, എന്താ സൈസ് പറ. 9 നമ്പർ. സാർ, എന്റെ വെപ്പുമുടി കാണുന്നില്ല. സൗരമുടിയോ? അതെ സാർ. അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെച്ചോടാ നിനക്ക്. ഉറങ്ങി കിടന്നപ്പോ എടുത്തിട്ട് പോയി. അപ്പൊ വാതിലടച്ചിട്ട് ഉറങ്ങിയത് അല്ലേ? സൗരമുടി 1. സാറേ, കിണറ്റിന്റെ അടുത്ത് വെച്ചിരുന്ന തൊട്ടി കാണുന്നില്ല. അത് പിത്തലാണോ അതോ ഇരുമ്പാണോ? പിച്ചള. പിത്തള ബക്കറ്റ് 1. ശരി, വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും വരണം. അതെ, നിനക്ക് വരാൻ പറ്റില്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ പറഞ്ഞു വിട്ടാ മതി. എല്ലാരും പോയി ഒരുമിച്ച് കംപ്ലൈന്റ് കൊടുത്തിട്ട് വരാം. ആരുടെ പേരില്? എന്നാലേ ശരിയാവുള്ളൂ. അച്ഛാ, തൊട്ടിയും കയറി മോഷ്ടിക്കാനായിട്ട് ഇനി പുറത്തുനിന്ന് ആരെങ്കിലും വരും? പാവം, ഇവിടുത്തെ ഏതെങ്കിലും പിള്ളേർ ചെയ്ത പണിയായിരിക്കും. അത് വിട്ടുകളാച്ചാ, ഒരു പാവം കള്ളൻ. എന്തെന്ന് പാവം കള്ളനാ? അവനും പ്രയോജനമില്ല, എനിക്കും പ്രയോജനമില്ല. ഇത് എന്തോന്ന് മോഷ്ടാവാണ്? അത് താഴെറോ നാണല്ലോ, ഒറ്റക്കാല ചെരുപ്പിട്ടുണ്ട് വന്നേക്കാം. സെക്യൂരിറ്റി എന്നും പറഞ്ഞ് നടക്കൽ മാത്രമേ ഉള്ളൂ, ഒന്നിട്ട് സൂക്ഷിക്കുകയില്ല. സേവിയറെ, താനെന്തിനെ വെറുതെ തലയിൽ കൂടെ തോർത്തുമുണ്ടൊക്കെ ഇട്ട് സങ്കടപ്പെട്ട് നിൽക്കണേ?
നമ്മുടെ ആംബുലൻസിലുണ്ടായിരുന്ന സൈറനില്ലേ അതാരടിച്ചുകൊണ്ട് പോയി. അച്ഛാ ആ കംപ്ലൈന്റ് തന്നെ. മോനെ സൈറനെ മോഷ്ടിക്കാൻ ചൈനയിൽ നിന്നാണോ വരാൻ വേണോ? ഒന്ന് ചുമ്മാറ്. അച്ഛാ മോഷണം ഒരു കുറ്റാണ്. ആ അത് മൂളയിലെ തന്നെ നുള്ളി കളയണം. ഓഹോ, നിങ്ങളുടെ സാധനം മോഷണം പോയപ്പോ നിനക്ക് ദേഷ്യം വരുന്നുണ്ട് അല്ലേ? പേന്ന് സൈറൻ അടിച്ചുകൊണ്ട് പോയാലും റോഡിൽ ഒരുത്ത സൈഡ് പോലും തരില്ല. സൈറൻ ഇല്ലാണ്ട് പോയെന്ന് വെച്ചോ നാണക്കേടാണ് കേട്ടാ. കണ്ടുപിടിക്കാൻ നോക്ക് എന്റെ സിംഹമേ. അച്ഛാ അത് തന്നെ ആ പാനിങ് ഇതാ. അയ്യോ ആംബുലൻസ് സൈറൻ 1. പോലീസാറേ, ആ എന്റെ ഒരല് വലക്കേ കിട്ടും. ഭയങ്കര ദേഷ്യത്തിലിരിക്കണത്. അയാളുടെ വായിലിരിക്കണ കേൾക്കാതെ പോവാൻ നോക്ക്. ചവയ്ക്കാൻ കഴിയുന്നില്ല. ഒന്ന് ചവയ്ക്കാണ്ടിരിക്കാമോ? ഓരോ ചെരുപ്പ് എടുത്തിട്ട് വലിയൊരു കംപ്ലൈന്റ്. അതിന് കുറെ ആൾക്കാർ. തന്നെ ആവണം. ഇപ്പൊ അറിയണ എനിക്ക്. ഞാൻ അല്ലെങ്കിൽ ഉറങ്ങൂല. എടോ ആ നിൽക്കുന്ന ആരെന്നറിയോ? സാറേ പ്ലീസ് സാർ കണ്ടുപിടിക്കും സാർ. ജുവലറി ഓണറാണ്. ഇന്നലെ രാത്രി കടയിൽ കള്ളത്താക്കോലിട്ട് 1.25 കോടിയാണ് അടിച്ചോണ്ട് പോയത്. പിന്നെ ഇതാ അയാളെ പെണ്ണുപിള്ളേ പിള്ളേരോടൊപ്പമാണ് അടിച്ചോണ്ട് പോയത്. ഇപ്പോ അവന്മാരെയാണോ പിടിക്കേണ്ടത് അതോ ഇവനെ പിടിക്കണോ? സാർ ചെറുതായാലും വലുതായാലും കുറ്റം കുറ്റം തന്നെയല്ലേ സാറേ? വിഷ്ണു, അല്ല സാർ, ആംബുലൻസിന്റെ സൈറന് കമ്പനിയിൽ ഞാൻ മറുപടി പറയണം. നിന്നോട് എനിക്ക് അല്പം സ്നേഹമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇവിടെ ഇരിക്കാൻ സമ്മതിച്ചത്. നീ പോകാൻ നോക്ക്. നിങ്ങൾ 7.25 കോടി ആൾക്കാരുണ്ടല്ലോ, ഞങ്ങൾ 80,000 പേരേ ഉള്ളൂ. എല്ലാറ്റിനും പോലീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾക്കും സൊസൈറ്റിയോട് ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ വേണം. ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഡീൽ ചെയ്യേ ചെല്ലേ. ആ സബ് ഇൻസ്പെക്ടറെ നമ്മളെ നാറ്റിച്ചു കളഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞാലും കാര്യമില്ല സേവിയറെ. എല്ലാ കാര്യത്തിനും അവർ വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മൾ തന്നെ വേണം. ഞാനൊരു ഐഡിയ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ ഐഡിയ പുലി? സെക്രട്ടറി സാറേ, എന്റെ ഒരല് വലക്കേ കിട്ടുമോ? എന്റെ ദൈവമേ, കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടാതിരിക്കുവോ? അതെ പറ മോനെ. കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ആ ശരി. ആ ഗർജിക്കുന്ന സിംഹക്കുട്ടികൾ എന്ന ഈ സംഘം ഗാന്ധിനഗറിന്റെ രക്ഷകരായ സംഘമാണ്. ഗാന്ധിനഗറിൽ താമസിക്കുന്ന 16 വയസ്സിന് മുകളിലുള്ള എല്ലാ പുരുഷന്മാരും ഈ സംഘത്തിലെ അംഗങ്ങളാണ്. സ്വയം വരുന്നവരെയെല്ലാം സ്വാഗതം ചെയ്യുന്നു. എല്ലാ ദിവസവും രാത്രി റോഡിൽ റോന്നുണ്ടായിരിക്കുന്നതാണ്. ആ മോഷ്ടാവിനെ പിടികൂടുക എന്നത് മാത്രമാണ് നമ്മുടെ ഈ സംഘത്തിന്റെ ലക്ഷ്യം. ലക്ഷ്യം ലക്ഷ്യം ലക്ഷ്യം. ചീരിപ്പായുന്ന പുലികളാണെന്ന് പറഞ്ഞിട്ട് ഒക്കെ കാർന്നോമാരാണല്ലോ. ഏ അവിടെ ഒരു മിലിറ്ററി പുലി. എടോ ആ പൊതുപ്പ് താഴേക്കൊന്നിട്ടേ. കള്ളനെ പിടിക്കാൻ വന്നാണോ അതവിടെ കിടന്ന് ഉറങ്ങാൻ വന്നതാണോ? എന്റെ അടുത്ത കാലം ചെരുപ്പ് കിട്ടുന്നവരെ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും. പോടാ. വീട്ടിലെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞടിച്ചേക്കാണ്. അതൊക്കെ പോട്ടെ, ഇപ്പൊ താനെങ്ങനെയാ ഉന്തിക്കൊണ്ടു പോകുന്നത് തട്ടുകട പോലെ? അതല്ല പുലി, രാത്രി ഉറക്കം വിളിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാ. ഇവൻ ഇവിടെ നിന്ന് ഉറക്കം തൂക്കാനുണ്ടല്ലോ, തലയിൽ ചൂടുവെള്ളം കോരി ഒഴിക്കും ഞാൻ. ആ ഇതാരാണപ്പോ ഈ വരുന്നത്? ഉറക്കം വരണില്ലായിരിക്കും അല്ലേ? എന്റെ ഒരല് വലക്കേ കിട്ടുമോ സെക്രട്ടറി സാറേ? ഇതൊക്കെ നമ്മുടെ ഈ സംഘത്തിന്റെ ഉദ്ദേശം തന്നെ കള്ളനെ പിടിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരല് വലയ്ക്കും വീട്ടിലെത്തും. ഇതുപോലെ പാതിരാക്കൊന്നും ഇവിടെ കിടന്ന് കറങ്ങല്ലേ. കൊച്ചുകുട്ടികൾ കണ്ട പേടിച്ചു പോവും. ആ തലയൊക്കെ അഴിച്ചിട്ട് പോവാൻ നോക്ക്. ട്രഷറർ സാറേ, എന്റെ ഒരല് വലക്കേ കിട്ടുമോ? ഒന്ന് പോ വല്യമ്മേ. മോനെ വിഷ്ണു, പദവിയിൽ ഇരിക്കുന്നവർക്കൊന്നും ഒരു ഉത്തരവാദിത്വവും ഇല്ല. എന്റെ പ്രശ്നം എനിക്കല്ല അറിയൂ. എത്രയും വേഗം കള്ളനെ പിടിക്കാൻ നോക്ക്. ഇല്ലെങ്കിലേ ഈ കമ്മിറ്റി പിരിച്ചു വിട്ടേക്കും. എന്താടോ എന്തെങ്കിലും കേസുണ്ടോ? ഇല്ല ചേട്ടാ, സെറ്റ് പഴയ സൈറനോടൊന്ന് പറഞ്ഞു. അത് പോയി ഫിറ്റ് ചെയ്തിട്ട് വന്നേക്കാം. ശരി ചെല്ല്. ഇതാരാത് ഇത്ര ഉയരമുള്ളൊരു മനുഷ്യൻ? എന്താണാവോ കാര്യം? ഒരു വിസിൽ പോലത്തെ ചെക്കൻ വിസിൽ ചോദിക്കണം. കുട്ടികളൊന്നും ഇതേപോലത്തെ ഓപ്പറേഷനിൽ ജോയിൻ ചെയ്യാൻ പാടില്ല. സാറ് വീട്ടിൽ പോയി ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് തലേനയുടെ ഉള്ളിൽ പോയി കിടന്നോ. പോവാൻ നോക്ക്. എന്താണാവോ? അയ്യോ, പല വിധത്തിലാണല്ലോ വരണത്. ഞാൻ എന്ത് ചെയ്യാനാ? പറയൂ പുലി. വോളണ്ടിയേഴ്സിനെ നിരുത്സാഹപ്പെടുത്തല്ലേ? തീർച്ചയായിട്ടും ചേർത്തേക്കാ പുലി. ആ ടോർച്ച് ലൈറ്റും അവന്റെ കൈ കൊടുത്തേക്ക്. അവന്റെ കൈയിനോ കാലിനെന്തെങ്കിലും പറ്റിയാലേ നാളെ അവന്റെ അച്ഛനമ്മ വന്ന് ചോദിക്കും. നിങ്ങളാ മറുപടി പറയേണ്ടത്. നോ കമന്റ്സ്. മോഷ്ടാവ് വരാനുള്ള സമയമായി. നമ്മളെല്ലാവരും 4 ഗ്രൂപ്പായി പിരിഞ്ഞ് ഗാന്ധിനഗർ മൊത്തം ചുറ്റി വളയണം. ഉള്ളതേ 4 ആള്. ഇതിൽ ഗ്രൂപ്പ് വേറെ ഇരിക്കണം. അത്ര നിന്റെ പെറുപെറുപ്പ് ഞാനിവിടെ കേൾക്കുന്നുണ്ട്. കേട്ടല്ലേ? പറയുന്നത് പോലെ ചെയ്യ്. നിങ്ങൾ 2 പേര് ഈ ഭാഗത്തേക്ക് പോ, നിങ്ങൾ 2 പേര് ആ ഭാഗത്തേക്ക് പോ, നിങ്ങൾ 2 പേരും ഇങ്ങോട്ട് പോ. ഞാൻ ഒറ്റയ്ക്ക് ആ ഭാഗത്തേക്ക് പോകണം. സംശയത്തോടു കൂടി ആരെങ്കിലും കാണുകയാണെങ്കിൽ നീട്ടി ഒരു വിസിലടിക്കണം.
അപ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് ആ മോഷ്ടാവിനെ ഇന്ന് കൈയോടെ പൊക്കും. എന്താടാ ചിരിക്കണത്? ഇങ്ങ് വന്നേ. ആരൊക്കെയാണ് എൻ്റെ കൂടെ പറഞ്ഞയക്കണത്? കാലിൻ്റെ ഉള്ളിലൊന്നും വന്ന് വീഴല്ലേ, കുറച്ച് ദൂരത്തിലങ്ങ് നടന്നോ. ഞങ്ങളൊക്കെ മണത്ത് നോക്കിയിട്ടാ കള്ളന്മാരൊക്കെ പിടിക്കണതടാ, അറിയോ? അങ്ങനെയാണോ? നീ എന്തെങ്കിലും കണ്ടോ? ഇല്ലല്ലോ. എടാ, ആരുടെ അടുത്താ നിന്റെ കളി? അടിച്ച് നശിപ്പിച്ചോളെ ഞാൻ. എടാ, നീ ഇപ്പോഴെങ്കിലും കണ്ടോ? ഇല്ലല്ലോ. എടാ, അയ്യോ, ആ ചെറിയ ചെക്കനെ കാണാനില്ലല്ലോ. പുലി ചോദിച്ച് ഞാൻ ഇനി എന്ത് മറുപടി പറയും? ഇതെന്താ എന്റെ അടുത്തേക്ക് വന്നോണ്ടിരിക്കണത്? അതിന്റെ നടത്തം കണ്ടില്ലേ? അതെ, നീ അന്വേഷിക്കുന്ന ആള് ഞാനല്ല, എന്നെ വിട്ടേക്ക്. അതെ, എല്ലാവരും ഒന്ന് ഓടി വന്നേ, ഒന്ന് വേഗം വാ, വേഗം വരാൻ. സേവിയറുടെ ശബ്ദമാണ് കേൾക്കുന്നത്, പക്ഷെ ആളെ കാണുന്നില്ല. ആ ടോർച്ച് അടിച്ച് നോക്കി. സേവിയറേ, ഇത് എവിടെ പോയി കിടക്കാം? സേവിയറേ, എവിടെ? കൈ തരാൻ. എന്താണ് വാസു, ആംബുലൻസ് വരാൻ പറ. ഗ്യാസ്ട്രിക് പ്രോബ്ലം, കണ്ടൊന്നും കഴിക്കില്ലെന്ന് പറഞ്ഞു നടന്നത്. പക്ഷെ ഡോക്ടർ അവനൊന്നും കഴിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒന്നും ആവില്ലല്ലോ. എയർലോക്കായി എന്നാ തോന്നണേ. എന്താടാ ചക്ക നീ ഇങ്ങനെ ഇളിച്ചോണ്ടിരിക്കണത്? നീ എങ്ങാൻ പെട്ടിരുന്നേക്കണ്ടല്ലോ, നീ പല്ലി പോലെ ചുമരിൽ ഒട്ടിയിരുന്നേനെ. എടാ വടിവേലു, പിന്നെ ചെറിയൊരു സന്തോഷമുണ്ട്. അതിനടാ? എന്നെ തൊട്ടതേ പെൺപിശാശൊന്നും അല്ല. അല്ല, പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ. അതെ, അത് ഞാനാ, അഡ്വക്കേറ്റ് മോഹൻ. നമസ്കാരം. അദ്ദേഹത്തിന്റെ ജീവന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ പെറ്റീഷൻ ഇട്ടത്. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യും. ഇദ്ദേഹം നമ്മളെ പോലെ. നമസ്കാരം. നമസ്കാരം. നിങ്ങൾ കാരണം ഇതുവരെ എത്ര ജീവൻ നഷ്ടപ്പെട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇനിയൊരു ജീവൻ കൂടി നഷ്ടപ്പെടാൻ പാടില്ല. എപ്പോഴെങ്കിലും ഒരു ജീവൻ സംരക്ഷിച്ച് നോക്ക്. അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെയാ. ഡോക്ടറെ, ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വാ. ശരി സാറേ. പറയുമേ. ഏട്ടാ, ഏട്ടന്റെ ഫ്രണ്ട് വിഘ്നേഷ് തീരെ ശരിയല്ല കേട്ടോ. എന്തേതെന്ന്? ഒരു കടലാസിൽ എന്തോ എഴുതിട്ട് എനിക്ക് തന്നിട്ട് പോയി. അവൻ എന്റെ ഫ്രണ്ടായത് നീ എന്റെ അനിയത്തി ആയതുകൊണ്ട് മാത്രാ. അവ മാത്രല്ല, വേറെ 2-3 പേര് നിന്റെ മേലെ ഇറങ്ങുന്നുണ്ട്. നീ ഒന്ന് സൂക്ഷിച്ചോ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞോണ്ടിരിക്കുമ്പോ ചേട്ടൻ തമാശ പറയാ. ഇതൊക്കെ തമാശയായിട്ട് കണ്ടാ പോരെ. സീരിയസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് അവസാനിക്കുള്ളൂ. അവന്റെ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കേട്ടാ. എന്റെ പൊന്നു പെങ്ങളെ, ലോകത്തിൽ ഒരു പ്രശ്നവും ഇതുവരെ ഒറ്റ തവണ കൊണ്ട് തീർന്നിട്ടില്ല. അവൻ ലെറ്റർ തരാനുള്ള അവകാശമുണ്ട്. ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനുള്ള അവകാശം നിനക്കും ഉണ്ട്. സേ യെസ് ഓർ നോ? നോ. സോറി ചേട്ടാ. ചേട്ടാ കിട്ടാന്നൊക്കെ വിളിച്ചാലേ അടിച്ചതിന്റെ പല്ല് കുഴിക്കും ഞാൻ. പുലിയേ, അവൻ മാപ്പി ചോദിക്കാൻ വേണ്ടി ഇവിടെ വന്നതല്ലേ, അതിന് അവൻ അടിക്കുടിക്കുന്നൊക്കെ പറഞ്ഞെന്തിനാ? സേവരെ നിന്ന് മിണ്ടാണെന്ന് 5-6 കൊല്ലം ചേട്ടാ ചേട്ടാന്ന് വിളിച്ചു വന്നിട്ട് ഇപ്പൊ പെങ്ങൾക്കാണോ ലെറ്റർ കൊടുക്കാൻ പോണേ? ഇപ്പൊ എന്താ ഈ പറഞ്ഞു വരുന്നത്? നിങ്ങളെ ചേട്ടന് വിളിച്ചതാണോ തെറ്റ്, അതോ പെങ്ങൾക്ക് ലെറ്റർ കൊടുത്തതാണോ തെറ്റ്? പറയേ. എടാ, നീ വെറുതെ ആശുപത്രി. ഞാൻ എന്ത് പറഞ്ഞു എന്നാ പറയണത്? ക്ഷമിച്ചു, അവനോട് പോകാൻ പറ. എടാ, പുലി ക്ഷമിച്ചു, നീ പോവാന്നോ? അപ്പൊ ഈ പോയി കഴിഞ്ഞു. ഹലോ മോളെ മഹി രാജകുമാരി, ഇനി ആ വിക്കുണ്ടല്ലോ, നിന്റെ നിഴൽ കണ്ട പോലും അടുത്തേക്ക് വരില്ല. പോരെ, പുലിയുണ്ടല്ലോ, അവനെ വിളിച്ചു വരുത്തി കൊടുത്തിട്ടുണ്ട്. ഒലക്കാം. അവൻ ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ നിന്ന് എന്നെ വായി നോക്കിക്കൊണ്ടിരിക്കുക. ഓ, അവിടെയും വന്നിട്ടുണ്ടോ? കണ്ണോണ്ട് സംസാരിക്കാണ് ബ്രദർ. അവനോ? ഫോൺ എന്റെ കയ്യിത്താ. സേവിയർ ചേട്ടാ, എന്തെങ്കിലും ചെയ്യൂ ചേട്ടാ. ആര്, ഞാനോ? വെറുതെ വേണ്ടാത്തൊന്നും വലിച്ചു കൂട്ടണ്ട. വേഗം ബസ് കയറിപ്പോയി വീട്ടിലേക്ക് എത്താൻ നോക്ക്. പുലിയേ, അവൻ പേടിച്ചൊന്നും പോയതല്ല, ബസ് സ്റ്റാൻഡിൽ നിൽക്കാൻ വേണ്ടിയാ പോയത്. അവിടെ പോയി നിന്നിട്ട് കണ്ണുകൊണ്ട് സംസാരിക്കാണത്രേ. അവൻ ശല്യപ്പെടുത്താണോ?
നമസ്കാരം സാറേ. നമസ്കാരം. ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ആംബുലൻസ് വെച്ച് ജനിച്ച കുട്ടിയാ. അതെയോ? ഇവളുടെ പേര് വിഷ്ണുപ്രിയ എന്നാ. വിഷ്ണുപ്രിയ, നല്ല ഉറക്കാണല്ലോ. അതെ സാറേ. ചെല്ല്, എന്നാ പോയിട്ട് വരട്ടെ സാറേ. എന്താടി? അവൻ ബൈക്ക് കൊണ്ട് എന്നെ ഇടിക്കാൻ വന്നു ഏട്ടാ. ബാബ നല്ല ഒടുക്കത്തൊരു സൗണ്ടും. എന്തെങ്കിലും ഒന്ന് പറയേട്ടാ. ഗേൾസ് എനി ഹെൽപ്പ്? ഡാ പോടാ. എന്ത് പറ്റി പുലി? ആ വിക്കിയുടെ ശല്യം സഹിക്കാൻ പറ്റാണ്ടായിട്ടുണ്ട്. 2 കിട്ടിയാലും അവൻ അടങ്ങുന്ന തോന്നണേ. ബസ്സിൽ എന്റെ പുറകെ നിൽക്കുന്നുണ്ട് ഏട്ടാ. അവൻ വെള്ളം അടിച്ച് നിൽക്കാന്നാ തോന്നുന്നത്. ബ്രേക്ക് അങ്ങനെ അടിച്ച് അവൻ എന്റെ മേലെ വന്ന് വീഴും. മഹി, എന്താണ് നിന്റെ പ്രശ്നം? ഓവർ ആയാലുണ്ടല്ലോ അവന് കിട്ടിയത് പോലെ തന്നെ നിനക്ക് കിട്ടും. നോക്കിയോ? വണ്ടി നിർത്തിക്കാൻ. എടി വാ പോവാ. വാ. ഇവനൊക്കെ ചെരുപ്പൂരി തന്നെയല്ലേ ശരിയാവും.